യോളിന്ന് നമുക്കൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, നമുക്കൊന്ന് ആവോലി പൊള്ളിച്ചെടുക്കാം. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ നല്ല ആവോലി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിനെ. അപ്പോൾ ഇത് ആവോലി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുവാന്നേ. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേഗം മസാല ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ചിട്ട് നമ്മളെ മീനിലേക്ക് നല്ലതുപോലെ ഒന്ന് പുരട്ടി വെക്കാം കേട്ടോ. കുറച്ച് നാരങ്ങ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് നമ്മളെ വീണാസ് കറി വേൾഡിൽ ആ ചേച്ചിയില്ലേ, ആ വീഡിയോ കണ്ടിട്ടാണ്. അപ്പം ഉണ്ടാക്കി വന്നപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതുപോലത്തെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ നിതിനാണ് ഓർമ്മ വരിക. കാരണം നമ്മളിതുപോലെ കുറേ ഐറ്റംസ് ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഞാനൊരിക്കൽ പഴയ നമ്മളെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖത്തറിലുള്ള സമയത്ത് നമ്മൾ വെറുതെ നടക്കാൻ ഈ കടൽ സൈഡിൽ മീനെല്ലാം കിട്ടുന്ന സമയത്ത് ആ ഒരു ഭാഗത്തൊക്കെ പോയപ്പം നമുക്ക് ബോട്ടിൽ നിന്ന് ഇങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ടായിനെ. അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഓർമ്മ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞിക്കള്ളം തക്കാളിയെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാമാണ്: തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഒട്ടും വൈകിപ്പിക്കാണ്ട് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം മിക്സിൻ്റെ ജാറിലേക്ക് ഇതാ കുറച്ച് ഇഞ്ചി, പിന്നെ നമ്മളെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ നമുക്ക് കുറച്ച് പൊടികളും കൂടി ഇടണം. അതായത് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഞാൻ പിന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം തൽക്കാലം ഇപ്പം നമുക്ക് അരക്കാൻ ഇത്ര മാത്രം മതി. പിന്നെ ഇതാ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന്, ഒരുപാട് പേസ്റ്റ് ആയിട്ടില്ല, വെറുതെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ മീൻ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം നമുക്ക് മറിച്ചിട്ടിട്ടെടുക്കാം. അപ്പോൾ ടാസ്ക് ആയിരുന്നു മീൻ മറിച്ചിടൽ, കാരണം പൊട്ടിപ്പോകുന്നുള്ള നല്ല പേടി ഉണ്ടായിരുന്നു. ലുക്ക് വേണമെങ്കിൽ അതുപോലെ എന്താ പറയുക, അത് മൊത്തത്തിലുള്ള മീനായിട്ട് കാണണമല്ലോ. അതിന് ശേഷം നമ്മളിതാ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത്, ചട്ടിയല്ല ചീൻചട്ടിയാണ്, അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് വഴണ്ടി വരണം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ നേരത്തെ നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേ. അതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ അരച്ചതിൻ്റെ അകത്ത് മുളക് പൊടിയെല്ലാം നല്ല അത്യാവശ്യത്തിന് ഉണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം തീരെ കളർ ഒരു എരിവ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ മുളക് പൊടി ഇട്ടതിൻ്റെ പച്ചമണം കൂടി നല്ലോണം ഒന്ന് മാറി വരണം. അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ആവോലി പൊള്ളിച്ചതിൻ്റെ ഒന്നിച്ചിട്ട് ഇന്ന് സാധാ ചോറല്ല, നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പുലാവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഷോർട്ട് വീഡിയോ. അപ്പം അന്ന് വാങ്ങിയ അരി കുറച്ച് ബാക്കി ഉണ്ടായിന്. അതിന് എനിക്കും റിക്കോർഡിന് മാത്രം അമ്മ നെയ്ച്ചോറാക്കി തരാമെന്ന് പറഞ്ഞ്, അങ്ങനെ അതപ്പുറത്തുനിന്ന് അമ്മ ആക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമുക്കതിലേക്ക് ഇതാ തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് മൂടി വെച്ചിട്ട് അല്ലാണ്ട് നമുക്ക് തക്കാളിയും ഇത് മൊത്തത്തിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ അടച്ചൊക്കെ വെച്ച ശേഷം നമ്മളെ മസാല ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത്, ഞാൻ ഇല വാട്ടിയെടുത്തേ, അമ്മയുടെ കൂടെ പോയിട്ട് ഇല പറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാട്ടിയെടുത്ത് അതിൻ്റെ അകത്തേക്ക് മസാല തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യത്തെ മീൻ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി നമ്മൾ മസാല ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് കെട്ടി വെക്കണം. അപ്പോൾ വാഴേൻ്റെ നാരുവിനെ കൊണ്ട് തന്നെ ഞാൻ കെട്ടി വെച്ചിട്ട് ഇതാ ചട്ടിയിലേക്ക് വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അപ്പുറം ഇപ്പുറം തിരിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മളെ മീൻ പൊള്ളിച്ചത്, ആവോലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വേറൊന്നും വേണ്ടി വന്നിട്ടില്ല. കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, നെയ്ച്ചോറും നമ്മളെ മീനും കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. വീഡിയോന് ലൈക്ക് ഇടാൻ മറന്നു പോകരുത്. എല്ലാ വീഡിയോയും പറയണ്ടെന്ന് വെച്ചിട്ടാണ് പറയാത്തത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ അമ്മ അതിൻ്റെ അന്ന് റിക്കോർഡിന് ചോറ് കൊടുക്കുമ്പം കുറച്ച് കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.